ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ് നല്ലപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. ഇൻഡെക്സ് ഇതാ നോക്കിക്കോളാം. നിഫ്റ്റി സർവീസ് എങ്ങനെയാണ്? ബോൾ ലൈൻ വരുന്നു, റിജക്റ്റ് ചെയ്യുന്നു, ബോൾ ലൈൻ വരുന്നു, റിജക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ഇതുപോലെ താഴത്തെ ബോൾ ലൈനിൽ നന്നായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ദെൻ നിഫ്റ്റി ഫ്യൂച്ചർ ഇതുപോലെ തന്നെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെയൊക്കെ നമ്മൾ ഡോട്ടർ ലൈൻസിലും ഒക്കെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ്. ദെൻ ഇതിന് ശേഷം നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു ട്രേഡ് ആക്റ്റീവായിരുന്നു. ഒരേപോലെ വരുന്ന ട്രേഡെന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്, നിഫ്റ്റിയെ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഈ 15th ക്യാൻഡിൽ ഇവിടെ ഫസ്റ്റ് ലെവലിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 15th ക്യാൻഡിൽ നമ്മളുടെ വീക്കെൻഡ് സിയിൽ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്, 15ാമത്തെ ക്യാൻഡിൽ. അതുപോലെ തന്നെ മന്ത് എൻഡ് പിയിൽ, വീക്കെൻഡ് പിയും മന്ത് എൻഡ് പിയിൽ ഇതുപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഞാനൊരു കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ 15ാമത്തെ ക്യാൻഡിൽ വീക്കെൻഡ് പി നമ്മുടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. അതേസമയം മന്ത് എൻഡ് പിയും ഫസ്റ്റ് ലെവലിൽ എത്തുന്നുണ്ട്. ഇതേസമയം നമുക്ക് സിയിലേക്ക് നോക്കാം. 15ാമത്തെ ക്യാൻഡിൽ നമ്മുടെ മന്ത് എൻഡ് സി ഫസ്റ്റ് ലെവൽ നിൽക്കുകയാണ്. ദെൻ വീക്കെൻഡ് സിയും ഫസ്റ്റ് ലെവൽ നിൽക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു റിജക്ഷനാണ്. പിന്നീട് താഴേക്കൊരു മൂവ്മെൻ്റ് ഇല്ല. കണ്ട, സി നല്ലപോലെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു സമയത്ത് സിയുടെ ആ ഒരു ഇടിവ് അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. പിന്നീട് സി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു അല്ലേ. അപ്പോൾ ഈ 15ാമത്തെ ക്യാൻഡിൽ വന്നപ്പോൾ ഇത്രയും വലിയൊരു ഫോൾ ഉണ്ടായതിന് ശേഷം നമുക്ക് ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫർദർ ഫോൾ ആയിരിക്കും പ്രതീക്ഷിക്കുക. പക്ഷേ ഇവിടെ വെച്ച് അത് ബ്രേക്ക് ചെയ്ത് അവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ 4 ഗ്രാഫുകളും ഒരേപോലെ ഫസ്റ്റ് ലെവൽ ട്രേഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ ട്രേഡ് അവിടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് അവിടെ പിന്നെ ഇവിടെ ഒരു സി പൊസിഷൻ ഉണ്ടാകാൻ കാരണം. പക്ഷേ നിഫ്റ്റി കൺസോളിഡേറ്റാണ് ചെയ്തത് അല്ലേ. വലിയ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് റേഞ്ച് ഒന്നും കിട്ടിയിട്ടില്ല. തന്നെ 132 രൂപയുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് 150 രൂപ വരെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ അവിടെ ഉണ്ട്. നമുക്ക് 10% കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ പ്രോഫിറ്റേ ഇല്ല എന്നുള്ളതല്ല, നമുക്ക് പ്രോഫിറ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. 10-15% എബോവ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നെങ്കിൽ അത് നല്ല രീതിയിൽ പ്രോഫിറ്റ് റേഞ്ച് തന്നിട്ടുണ്ട്. ഒരു 15ാമത്തെ ക്യാൻഡിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് സി പൊസിഷൻ എടുത്തതെങ്കിൽ ഇവിടെ നിന്നുണ്ട്. ആ 15ാമത്തെ ക്യാൻഡിൽ ഇവിടെയാണ് വരുന്നത്. ആ 15ാമത്തെ ക്യാൻഡിലോട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് റേഞ്ച് ബാങ്ക് നിഫ്റ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കത് 250 രൂപയുടെയൊക്കെ ഒരു ഐറ്റം തന്നെ 350 രൂപ വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു 60% എബോവൊക്കെ നമുക്ക് ഇത് റിട്ടേൺ വരുന്ന ഒരു റേഞ്ചായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ നിഫ്റ്റിയിലാണോ ബാങ്ക് നിഫ്റ്റിയാണോ കൂടുതൽ നമുക്ക് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഫിൻ നിഫ്റ്റി ആയിരിക്കും തരുന്നത്. കാരണം ഫിൻ നിഫ്റ്റിയാണ് അടുത്ത എക്സ്പയറി വരുന്നത്. ഫിൻ നിഫ്റ്റിയിലേക്ക് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ ട്രേഡാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നതെങ്കിൽ 15ാമത്തെ ക്യാൻഡിൽ ഫിൻ നിഫ്റ്റിയുടെ സി വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഇത്രത്തോളം സി പോയിട്ടുണ്ടല്ലേ. അതായത് 40 രൂപയുടെ സാധനം 70 രൂപ വരെയൊക്കെ പോയിട്ടുണ്ട്. 60% അപ്പോൾ റിട്ടേൺ ഫിൻ നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ എക്സ്പയറി നോക്കി എടുക്കണമെന്ന് പറയുന്നത്. എക്സ്പയറിയിലാണെങ്കിൽ നമുക്ക് അതുപോലെ നല്ല രീതിയിൽ റേഞ്ച് ഓഫ് പ്രോഫിറ്റ് എത്തിക്കാൻ പറ്റും. കാരണം നമ്മൾ നോക്കിക്കുക, നല്ല ഫോൾ ഈ ഒരു ക്യാൻഡിൽ തന്നെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നല്ല ഫോളാണ്, അടുത്ത നല്ല ക്യാൻഡിൽ നല്ല ഫോൾ വന്നിട്ട് കണ്ട. സെൻസെക്സ് നോക്കിക്കുക, സെൻസെക്സ് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുമ്പോൾ വലിയൊരു ഫോൾ ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ, ഒരു റെഡ് ക്യാൻഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്തത് റെഡ് ക്യാൻഡിൽ. അപ്പോൾ നല്ല രീതിയിൽ ഫോൾ ഉണ്ടായി അടുത്ത ബോൾ ലൈൻ ടച്ച് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പി കിട്ടുന്നു. പക്ഷേ ഇവിടെ വെച്ച് നല്ലൊരു ഫോൾ ഉണ്ടായതിനു ശേഷം പിന്നീട് കൺസോളിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുന്ന് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഇതുപോലെയുള്ള ട്രേഡുകൾ ആക്റ്റീവ് ആകുമ്പോഴാണ്. ഒരേ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു ഫോൾ ഇല്ല, അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഒരു മൂവ്മെൻറ്റ് ഇല്ല. ഒരേ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പോസിറ്റ് മൂവ്മെൻ്റ് ആണ് നടക്കുക. അതാണ് ഇവിടെ ഇത്രയും നടക്കാനായിട്ടുള്ള കാരണം. ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, നല്ലൊരു റേഞ്ച് ഓഫ് പ്രോഫിറ്റ് റേഞ്ചിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡാണ് നമുക്ക് ഇന്ന് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. തന്നെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിക്കുക. ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. തന്നെ ഇവിടെയും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോൾ ലൈൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ബോൾ ലൈൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു എൻഡ് കിട്ടുന്ന ക്യാൻഡിലായിരിക്കും ഉണ്ടാകണം. അല്ലാണ്ട് പുറത്താണോ അകത്താണോ എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാൻഡിലിനെ നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. അത് ഇവിടെയൊക്കെ നമുക്ക് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഫസ്റ്റ്
രണ്ട് ബോൾ ലൈനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡൊന്നും കൺഫേംഡ് അല്ല. ബോൾ ലൈൻ ആണെന്ന് പറഞ്ഞ് ചാടിക്കയറി ട്രേഡ് എടുക്കേണ്ട. കൺഫേംഡ് അല്ല എങ്കിൽ വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ട്രേഡ് കൺഫേംഡ് ആയിട്ട് വരും. വന്നില്ല എന്നുണ്ടെങ്കിൽ അന്ന് ട്രേഡ് വേണ്ടാന്ന് വെക്കുക. അതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റിലായിരിക്കും, എനിക്ക് ഫുൾ ടൈം നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് കയറി ചാടി കയറി ട്രേഡുകളിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് എടുക്കുക. അതായത് കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കുക. ഇറ്റ്സ് മീൻസ് ഒരു 3 അല്ലെങ്കിൽ 4 ഡേയ്സ് ബ്രേക്ക് എടുത്ത് ഒരു 1 വീക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ. അതിന് ശേഷമായിരിക്കണം അടുത്ത ട്രേഡിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നും. നമ്മൾ ഫസ്റ്റ് ലെവൽ ട്രേഡ് എടുക്കാവുള്ളൂ, സെക്കൻഡ് ലെവൽ എടുക്കാവുള്ളൂ, ബോൾ ലൈൻ ട്രേഡ് എടുക്കാവുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നാം. സോ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ബ്രേക്ക് അനിവാര്യമാണ്, ബ്രേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈവിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്ക് കയറി പറയാനും പറ്റില്ല. അതുകൊണ്ട് ഓരോ ട്രേഡുകളെയും നമ്മൾ സൂക്ഷിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യാം. ഇതെവിടെ കണ്ടോ, ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. അതായത് പി പൊസിഷൻസ്, വീക്കെൻഡ് പിയും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, മന്തിൻ്റെ പിയും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ സി പൊസിഷൻസ് അപ്പോൾ ബോൾ ലൈനിലല്ല, മറ്റ് ലെവൽ ഓഫ് ക്രോസിങ്ങിലാണ്. രണ്ടെണ്ണം ആക്റ്റീവ് ആയാലും വർക്കിംഗ് ആണ്, ചില ദിവസങ്ങളിൽ വർക്കിംഗ് ആണ്. അത് കൺഫേംഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ കൺഫേംഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരേപോലെ നിഫ്റ്റിയിലെ ഒരു ട്രേഡിൻ്റെ കാര്യമാണ്. ഒരേപോലെ വന്നിട്ട് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്ത ഒരു ട്രേഡ് മാത്രം. അത് നിഫ്റ്റിയിൽ എടുക്കണമെന്നല്ല, നിഫ്റ്റിയിൽ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്ന് ഫിനിഫ്റ്റിയുടെ അല്ല, ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആണ്. പക്ഷേ മിഡ് ക്യാപ്പുമായിട്ട് നമ്മുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി മാച്ച് അല്ല. മിഡ് ക്യാപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ദെൻ അടുത്ത നിയറസ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത് ഫിനിഫ്റ്റിയാണ്. അതുകൊണ്ട് ഫിനിഫ്റ്റിയിൽ അപ്ലൈ ചെയ്യാമായിരുന്നു. ഫിനിഫ്റ്റിയിൽ അപ്ലൈ ചെയ്തതിന് 60% എബോട്ട് റിട്ടേൺ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ തുടക്കക്കാരൊക്കെ ഒരു 20-25% ഒക്കെ റിട്ടേൺ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. 10 എടുക്കാൻ പറ്റുമെങ്കിൽ 10 മാത്രം ഹോൾഡ് ചെയ്യുക. അതിന് ശേഷം ഒരുപാട് ഓവർ പ്രോഫിറ്റ് റേഞ്ച് പ്രതീക്ഷിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ആഴ്ചയൊക്കെ അതുപോലെ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വലിയ എമൗണ്ടുകൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം വലിയ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണ്ടവർ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. താഴെ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ.